നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും RMO ഡോക്ടർ ദീപയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഓപ്പറേഷൻ തിയേറ്റർ, ലാബർ റൂം, ICU, NICU, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്, കാഷ്വാലിറ്റി, ലാബ്, ഫാർമസി, AC VIP റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു. ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ്, കളുത്തുംകടവ്, നിലമ്പൂർ. ഫോൺ 9447 181 305. മഞ്ഞപ്പിത്തം നിലമ്പൂർ മേഖലയിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നടപടികളുമായി നിലമ്പൂർ നഗരസഭ. ഇന്ന് നഗരസഭയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും വകുപ്പ് മേധാവികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗത്തിലാണ് തീരുമാനം. നിലമ്പൂർ നിയോജക മണ്ഡല പരിധിയിൽ 152 പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നത്. ശനി, ഞായർ ദിവസങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുകയും ബോധവൽക്കരണം നൽകുകയും ചെയ്യും. ഡ്രൈനേജുകളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കം ചെയ്യും. ഹോട്ടലുകൾ, കൂൾബാറുകൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ കർശനമാക്കും. സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും. ജലസ്രോതസ്സുകൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ മലിനജലം ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കും. യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ കർശനമായി നടപ്പാക്കാനും തീരുമാനിച്ചു. യോഗം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. ഈ വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി തോടുകളും അതുപോലെയുള്ള വെള്ളം നിൽക്കുന്ന വാഹനങ്ങളൊക്കെ വൃത്തിയാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതുവരെ 3 വർഷം പോയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ മുൻകരുതൽ എന്നുള്ള നിലയിൽ നമ്മൾ എടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ പോത്തുകല്ലിൽ കുറച്ച് ആളുകൾക്ക് മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട അസുഖം വന്നപ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഇപ്പം ഈ പോത്തുകല്ലാണെങ്കിലും ഇപ്പം നേരത്തെ ചെയ്തു പറഞ്ഞതുപോലെ പല ആളുകളോടുള്ള സമ്പർക്കപരമായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ ഇത് ഇവിടെ പടർന്നു പിടിക്കാനും സാധ്യതയുണ്ട്. ഈ സാധ്യതയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് HIV ഇവിടെ വീഴ്ചത്. നമ്മുടെ വെള്ളം കുടിക്കുന്നത്, നമ്മുടെ വെള്ളം ചൂടാറിയ വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളം കഴിക്കണമെന്ന്, അതുപോലെ തന്നെ വീട്ടുകളിലുള്ള ഭക്ഷണങ്ങളൊക്കെ പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. അത്തരത്തിലുള്ളതൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ ഈ 33 വാർഡുകളിൽ നമ്മൾ സാനിറ്റേഷൻ ഫണ്ട് സാനിറ്റേഷൻ ഫണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടെത്തി നമുക്കവിടെ വൃത്തിയാക്കാൻ നമുക്ക് സാധിക്കും. അക്കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു പോകാൻ കഴിയും. പിന്നെ ഉള്ളത് ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളാണ്. തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞ രോഗം പണ്ട് പറഞ്ഞു കേട്ടത്തിൽ ഇപ്പം കേൾക്കാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ ഇപ്പം നല്ല ചൂടാണ്. നമ്മുടെ വെള്ളം കൂടിയൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പോത്തുകല്ലത് ഏതോ കൂൾബാർന്ന് ജ്യൂസ് കഴിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൂടുതൽ ആളുകളിലേക്ക് അവരുടെ ഈ അഡ്മിറ്റായ ആളുകളൊക്കെ വന്നു പിന്നെ കൂൾ ഡ്രിങ്ക്സ് കഴിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, ആരോഗ്യ വകുപ്പ് ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. നഗരസഭ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജന ക്ലാസ് എടുത്തു. N4 ന്യൂസ്, നിലമ്പൂർ. Indulgence. Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand-picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockeries. And cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.